ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമുക്ക് ഇന്നൊരു കുഞ്ഞു റെസിപ്പി കണ്ടാലോ. ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഈ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ എടുത്ത് നല്ലപോലെ അതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം മറക്കണ്ട, നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്, ബ്രെഡ്. ഞാനിവിടെ ഒരു 6-7 പീസോളം ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കൊരു പാന് ചൂടാവാൻ വയ്ക്കാം. ആ പാന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി, അല്പം മതിയാവും. അതെല്ലാവിടെയും ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ചിലവോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഓരോ പീസും ബ്രെഡ് എടുക്കുക, നമ്മൾ റെഡിയാക്കി വെച്ച മിക്സിലേക്ക് ഇടുക, നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം ആ പാനിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ് പീസസും അതുപോലെ ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അത് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി, ഒരു 2 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും, അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.